പ്രേക്ഷകൻ സിനിമ കാണുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഈ മോശമായ രീതിയിലുള്ള റിവ്യൂസും അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ആ ഒരു ചിത്രത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെ അടിച്ചു താത്തുന്ന രീതിയിൽ തന്നെ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് മീഡിയകൾ വഴി പരത്തുന്നത്. തീർച്ചയായിട്ടും ഒരു സാധാ പ്രേക്ഷകന് ആ ഒരു മൈൻഡ് തന്നെ മാറിപ്പോവും, കാണാൻ തോന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചിത്രത്തെക്കുറിച്ച് ഏത് തരത്തിലുള്ള റിവ്യൂ പറഞ്ഞാലും അത് കാണാതെ തന്നെ പോയി നിങ്ങൾ തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ പ്രേക്ഷകനും ഓരോ മൈൻഡായിരിക്കും ഓരോ ചിത്രത്തിനും. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. കാരണം ഒരു ചിത്രം റിലീസായി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാലും ഒത്തിരി കൂതറ മീഡിയാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ മോശമായ രീതിയിൽ ആ ഒരു ചിത്രത്തെ അടിച്ച് താത്തുന്നതിന് വേണ്ടി അധിക്ഷേപാഗ്നി ചൊരിയുന്ന കുറച്ച് മീഡിയാസ് ഉണ്ട്. അവരെയൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു സിനിമ റിലീസായാൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയി തിയേറ്ററിൽ ഇരുന്ന് കാണുക. ഫസ്റ്റ് വാച്ച് റിലീസിങ് ഡേറ്റ് ആയാലും അല്ലാത്ത ദിവസങ്ങളായാലും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. അതിനുശേഷം അഭിപ്രായം പറയുക, സ്വന്തം അഭിപ്രായം പറയുക. അല്ലാതെ ഈ കുതിര മീഡിയാസ് പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടോ കമൻസ് കണ്ടുകൊണ്ടോ പോകാണ്ടിരിക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം കൂലി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ലെവൽ വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അമീർ ഖാൻ, നാഗാർജുന പ്ലസ് മലയാളികളുടെ അഭിമാനമായ സൗബീൻ, ഒന്നും പറയാനുള്ള വേറെ തലമാണ്. എൻ്റെ പൊന്നെ, നമ്മുടെ ചുള്ളനുണ്ടല്ലോ മോണിക്ക എന്നുള്ള ആ ഒരു പാട്ടിനൊപ്പമുള്ള സ്റ്റെപ്പ് മാത്രം മതി കത്തിക്കേറാൻ. സൗബീൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ഞാൻ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് പറയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാലും അത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരേ ഒരു അഭിനേതാവാണ് സൗബീൻ. അതിന് ഞാനൊരു ബിഗ് സല്യൂട്ടാണ്. കാരണം മലയാളിയാണ്. തമിഴ് സിനിമയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി അവസരങ്ങൾ കൊടുക്കുന്ന ആ ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ വെച്ച് തന്നെ ലോകം മലയാളികൾക്ക് അഭിമാനമെന്ന് പറയാവുന്ന ഓരോരു നടൻ 2025 കൂലി എന്ന് പറയുന്ന ഈ ഒരു ചിത്രം റിലീസാവുന്നതിന് മുൻപേ തന്നെ ലോക ജനങ്ങൾ കയ്യിലെടുത്തു, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു സൗബീനെ. അപ്പോൾ മലയാളികൾക്ക് അഭിമാനത്തിനൊരു വലിയൊരു പൊന്തൂലാണ് നമ്മുടെ സൗബീനൊക്കെ നമുക്ക് തന്നേക്കണത്. തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന രണ്ട് കൈയും നെട്ട് സ്വീകരിച്ചിരിക്കണം. അത് നമ്മൾ തന്നെ സ്വീകരിക്കണം എന്നില്ല. ലോകം മലയാളികൾ, ലോക പ്രേക്ഷകർ, തമിഴന്മാരുടെയൊക്കെ ഹൃദയത്തിലാണ് സൗബീൻ നൃത്തം ചവിട്ടിയിരിക്കുന്നത്. ഏത് ലെവൽ സ്റ്റെപ്പാണ് എൻ്റെ പൊന്നോ. അപ്പോൾ പ്രേമം എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ സൗബീനൊരു ഒറ്റ ഡയലോഗ് ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ പറ്റുള്ളൂ, എനിക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ഒന്നും അറിയാൻ പാടില്ല സാറേ എന്നുള്ള ഡയലോഗ് ഉണ്ട്. അതാണ് ഈ സ്റ്റെപ്പ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ഇന്ന നടന്മാരുണ്ടെങ്കിൽ ഒരു സിനിമ വിജയിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സംവിധായം ചെയ്താലും മാത്രമേ ആ സിനിമ ഞങ്ങൾ പ്രേക്ഷകരെ കൊണ്ട് കാണിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊട്ടി കുത്തി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് കോമരങ്ങളുണ്ട്. അവന്മാരെ കട്ടിച്ച് അവന്മാരെ കണ്ണാക്കിലാണ് എഴുതി കൊടുത്താണ്